ഹായ്, ഞാൻ മിഥുൻ. ഏസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. 1919 മാർച്ച് 10 ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. വിചാരണയോ അറസ്റ്റ് വാറണ്ടോ ഇല്ലാതെ തന്നെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യുവാനും സെർച്ച് വാറണ്ട് ഇല്ലാതെ ഏതൊരു പ്രദേശത്തും സെർച്ച് ചെയ്യുവാനുമുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. എന്താണ്? വിചാരണയോ അറസ്റ്റ് വാറണ്ടോ ഇല്ലാതെ തന്നെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യുവാനും സെർച്ച് വാറണ്ട് ഇല്ലാതെ ഏതൊരു പ്രദേശവും സെർച്ച് ചെയ്യുവാനുമുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഈ ഒരു നിയമം സിഡ്നി റൗലറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു നിയമത്തെ റൗലറ്റ് നിയമം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ഒരു നിയമം കൊണ്ടുവന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു സിഡ്നി റൗലറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നിയമത്തെ നമ്മൾ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു നിയമത്തിന് ഒരു ഒഫീഷ്യൽ പേരുണ്ട്. ആ ഒഫീഷ്യൽ പേരാണ് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന് പറയുന്നത്. അല്ലേ? ഒഫീഷ്യൽ പേരെന്താണ്? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. അപ്പോൾ ഈ ഒരു നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതോടുകൂടി അല്ലേ, ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് വളരെയധികം പ്രതിഷേധങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അല്ലേ? അത്തരത്തിൽ 1919 ഏപ്രിൽ 6 അല്ലേ, 1919 ഏപ്രിൽ 6 ഇന്ത്യയിൽ ദേശീയ തലത്തിലൊരു ഹർത്താൽ ആചരിച്ചു. അല്ലേ? ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ ആചരിച്ച ഹർത്താലാണിത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ഹർത്താൽ ആചരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡേറ്റ് മറന്നുകൊണ്ട 1919 ഏപ്രിൽ 6 അല്ലേ. അപ്പോൾ ആരാ നേതൃത്വം നൽകിയത്? ഗാന്ധിജിയാണ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ്, മറന്നു പോകരുത്. ഓക്കെ, ക്രൗളിംഗ് നിയമം എന്ന പേരിലും അറിയപ്പെടുന്ന നിയമമാണ് ഈ നിയമം. എന്നാൽ ശ്രദ്ധിക്കണം, ക്രൗളിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഡറിനെയാണ് നമ്മൾ ക്രൗളിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രൗളിംഗ് നിയമം ഏതാ ചോദിച്ചാൽ റൗലറ്റ് നിയമമാണ്. എന്നാൽ ക്രൗളിംഗ് ഓർഡർ എന്ന് ചോദിച്ചാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഡറിനെയാണ് നമ്മൾ ക്രൗളിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അല്ലേ? പിന്നെ ശരിക്കും പറയേണ്ടത് നമ്മളെ ഗാന്ധിജി അല്ലേ ഈ ഒരു റൗലറ്റ് നിയമത്തിനെ കരി നിയമം എന്നായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി ഈ ഒരു നിയമത്തിന് എന്താണ് വിശേഷിപ്പിച്ചത്? കരി നിയമം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലേ? ഈ ഒരു നിയമമാണ് പിന്നീട് നമുക്കെന്താണ് ജാലിയൻ വാലാബാഗ് എന്ന കൂട്ടക്കൊലയിലേക്ക് നയിച്ചൊരു സംഭവമായിട്ട് മാറുന്നത്. അല്ലേ? ആ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നയിച്ചൊരു സംഭവമാണ്, അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരു നിയമമായിരുന്നു ഏതെന്ന് പറഞ്ഞാൽ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.